ഗോൾഡൻ പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാടിൽ നിന്ന് 5 കിലോമീറ്റർ മാത്രം അകലെയായി സീപോർട്ട് എയർപോർട്ട് റോഡിൽ നിന്ന് 4 കിലോമീറ്റർ ദൂരത്ത് കങ്ങരപ്പടിയിൽ സ്ഥിതി ചെയ്യുന്ന 5 സെന്റിൽ 2500 സ്ക്വയർ ഫീറ്റിൽ വരുന്ന മനോഹരമായ ഒരു 4 ബെഡ്റൂം വീടിൻ്റെ വിശേഷമാണ് ഇന്ന് നിങ്ങളുമായി ഞങ്ങൾ ഷെയർ ചെയ്യുന്നത്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ നിൽക്കുന്ന ഈ വീട് 2018 പ്രളയം ബാധിക്കാത്ത ഒരു ഏരിയയിലാണ് സ്ഥിതി ചെയ്യുന്നത്. വീട് കാണുന്ന പോലെ നല്ലൊരു ബോക്സി ടൈപ്പിലാണ് എലിവേഷൻ. ഫ്രണ്ടിലായി ടെക്സ്ചർ വർക്കുകളും LED ലൈറ്റുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ഇവിടെ നിന്നും ഇൻഫോ പാർക്കിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 5 കിലോമീറ്ററും എടപ്പള്ളി ലുലു മാളിലേക്ക് 9 കിലോമീറ്ററും സീപോർട്ട് എയർപോർട്ട് റോഡിലേക്ക് 4 കിലോമീറ്ററും ദൂരത്തായാണ് ഈ കാണുന്ന വീട് നിൽക്കുന്നത്. വീടിൻ്റെ മുന്നിലായി 5 മീറ്ററോളം വീതി വരുന്ന റോഡ് വരുന്നുണ്ട്. ആ റോഡ് ഇന്റർലോക്ക് കട്ട വിരിക്കാനുണ്ട്. ആ ഒരു വർക്ക് മാത്രമേ ഈ ഒരു വില്ലയിൽ ഇനി പെൻഡിംഗ് ഉള്ളൂ. മനോഹരമായ ചുറ്റുമതിൽ നമുക്ക് കാണാൻ കഴിയും. സ്പോട്ട് ലൈറ്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. 17 അടിയോളം നീളം വരുന്ന സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാവുന്ന ഗേറ്റ് ഫ്രണ്ടിലായി കൊടുത്തിട്ടുണ്ട്. ഗേറ്റ് തുറന്ന് നേരെ കയറി ചെല്ലുന്നത് വിശാലമായ ഒരു മുറ്റത്തേക്കാണ്. 2 വണ്ടിയോളം പാർക്ക് ചെയ്യാവുന്ന ഒരു സ്പേസ് ഇവിടെ ലഭിക്കുന്നുണ്ട്. ഇന്റർലോക്ക് കട്ടകളെല്ലാം വിരിച്ച് മനോഹരമാക്കി തന്നെയാണ് മുറ്റം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വടക്ക് ഭാഗത്തേക്ക് ഡയറക്ഷനോടുകൂടി വരുന്ന ഒരു വീടാണ് ഇപ്പോൾ നിങ്ങൾ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വീടിൻ്റെ മെയിൻ വാട്ടർ സോഴ്സിനായിട്ട് കിണർ വെള്ളമാണ് ഉപയോഗിക്കുന്നത്. വടക്കിഴക്കേ മൂലയിലായി കിണറിൻ്റെ സ്ഥാനവും നമുക്ക് കാണാം. ഇവിടെയെല്ലാം ഇൻഡോർ പ്ലാന്റുകളെല്ലാം ഔട്ട്ഡോർ പ്ലാന്റുകളെല്ലാം വച്ചിട്ടുണ്ട്. ഈ സൈഡിലും നമുക്ക് കാണാൻ കഴിയും. ഈ ഒരു വീട് പർച്ചേസ് ചെയ്യുവാനും ഇതുപോലുള്ള ഒരു വീട് നിങ്ങളുടെ സ്വന്തം സ്ഥലത്ത് പണിയുന്നതിനും നിങ്ങളുടെ ഒരു പ്രോപ്പർട്ടി സെയിലിനുണ്ടെങ്കിലും ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. ഈ ഒരു ഭാഗത്തായി നമുക്കിനി ഈ ഒരു വീട് മാത്രമേ അവൈലബിൾ ഉള്ളൂ. ചുറ്റുഭാഗങ്ങളിലെല്ലാം നല്ല രീതിയിലുള്ള സെറ്റ് ബാക്ക് എല്ലാം കൊടുത്തിട്ടുണ്ട്. 100% വാസ്തുശാസ്ത്ര പ്രകാരം തന്നെയാണ് വീടിൻ്റെ നിർമ്മാണം. വടക്ക് ഭാഗത്തേക്കാണ് വീടിൻ്റെ ഡയറക്ഷൻ. ഇവിടെ മരങ്ങൾക്കായി ഉപയോഗിച്ചിട്ടുള്ളത് തേക്കും ആഞ്ഞിലിയും മഹാഗണിയുമാണ്. 2 സൈഡിലേക്കും തുറക്കാവുന്ന ഒരു ഡോറാണ് ഫ്രണ്ടിലായി നിർമ്മിച്ചിരിക്കുന്നത്. അത് തേക്കിൽ നിർമ്മിച്ചിട്ടുള്ള ഡോറാണ്. ഡോർ തുറന്ന് നമുക്ക് ഇനി വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം. നേരെ കയറി ചെല്ലുന്നത് വിശാലമായ ഒരു ലിവിംഗ് ഹോളിലേക്കാണ്. നല്ല മനോഹരമായ ഒരു ഡബിൾ ഹൈറ്റോടു കൂടി വരുന്ന ലിവിംഗ് ഹോളാണ്. നല്ല ഗ്ലാസ് വർക്കുകളും സീലിംഗ് വർക്കുകളും ഷാൻലിയർ ലൈറ്റ് എല്ലാം കൊടുത്ത് ഭംഗിയിൽ തന്നെയാണ് ആ ലിവിംഗ് ഹോളിൻ്റെ നിർമ്മാണം. നേരെ കാണുന്ന ഈ ഒരു ഭിത്തിയിലായി നല്ലൊരു വർക്ക് വരുന്നുണ്ട്. നല്ലൊരു ആർട്ട് വർക്ക് തന്നെയാണ്. അവിടെ സ്പോട്ട് ലൈറ്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഫ്ലോറിങ്ങിനായി ഏകദേശം 6 അടിയോളം നീളം വരുന്ന വെട്രിഫൈഡ് ടൈലുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഐവറി കളറോടുകൂടി വരുന്ന മാറ്റ് ടൈലുകളാണ്. ഇവിടെയായി നല്ലൊരു ക്ലോസ്ഡ് വിൻഡോ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് ഈ വീടിൻ്റെ TV യൂണിറ്റ് വരുന്നത്. നേരെ കാണുന്ന ഒരു ഭിത്തിയിലാണ്. അത് മൾട്ടിവുഡിലാണ് ആ ഒരു TV യൂണിറ്റ് നിർമ്മിച്ചിരിക്കുന്നത്. നല്ല മനോഹരമായ ഡിസൈനോടുകൂടി തന്നെയാണ് ആ ഒരു സ്പേസ് എല്ലാം കവർ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിക്കാം. അത്യാവശ്യം വലിപ്പമുള്ളൊരു ഡൈനിങ് ഹാൾ തന്നെ ഇവിടെ ലഭിക്കുന്നുണ്ട്. ഇവിടെ സീലിംഗ് വർക്കുകളും സീലിംഗ് ഫാൻ എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മനോഹരമായ ഒരു ഗ്ലാസ് ഡോറോടുകൂടി വരുന്ന സ്ലൈഡിങ്ങിൽ തുറക്കാവുന്ന ഒരു സ്പേസും കൊടുത്തിട്ടുണ്ട്. ഇവിടെയായി ഒരു ക്രോക്കറി ഷെൽഫുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ചെറിയൊരു സ്റ്റഡി ടേബിളും നമുക്ക് കാണാം. ചെറിയൊരു കോർട്ട്യാർഡ് സ്പേസ് പോലെ നിർമ്മിച്ചിട്ടുള്ള ഒരു ഏരിയ ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് കിച്ചൻ്റെ ഭാഗത്തേക്ക് വരാം. നല്ലൊരു ഓപ്പൺ കൺസെപ്റ്റിലാണ് കിച്ചൻ്റെ നിർമ്മാണം. അവിടെയും ക്രോക്കറി ഷെൽഫുകളെല്ലാം കാണാം. നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറോട് കൂടി വരുന്ന കിച്ചൻ്റെ ഓപ്പൺ ഏരിയ ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കിച്ചണിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ വലിപ്പമാർന്ന ഒരു കിച്ചൺ തന്നെയാണ്. അടുപ്പ് കത്തിക്കുന്നതിൻ്റെ ഡയറക്ഷൻ വരുന്നത് കിഴക്കോട്ട് തന്നെയാണ്. നല്ല രീതിയിലുള്ള സ്റ്റോറേജ് സ്പേസ് കിട്ടുന്ന രീതിയിൽ കബോർഡ് വർക്കുകളെല്ലാം ചെയ്ത് മനോഹരമാക്കിയിട്ടുള്ള കിച്ചണാണ്. ഈ ഒരു സൈഡിലായാണ് ഫ്രിഡ്ജ് വയ്ക്കാവുന്ന പ്രൊവിഷൻ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു കിച്ചൺ കൂടാതെ നമുക്ക് അഡീഷണൽ ആയിട്ട് ഒരു വർക്ക് ഏരിയ സ്പേസ് ലഭിക്കുന്നുണ്ട്. അതിൻ്റെ വർക്ക് മാത്രമേ ഇനി പെൻഡിങ് ഉള്ളൂ. ഇവിടെയാണ് അത് വരിക. ഇനി നമുക്ക് ബെഡ്റൂമുകളിലേക്ക് പോയി നോക്കാം. ഗ്രൗണ്ട് ഫ്ലോറിലായി 2 ബെഡ്റൂമാണ് വരുന്നത്. ഈ ഒരു ബെഡ്റൂം ഏകദേശം ഒരു 140 സ്ക്വയർ ഫീറ്റിൽ വരുന്ന ബെഡ്റൂമാണ്. ഈ സൈഡിലും മനോഹരമായ വർക്കുകൾ കബോർഡ് വർക്കുകൾ പോലത്തെ ഓപ്പൺ സ്പേസ് കൊടുത്ത് നിർമ്മിച്ചിട്ടുള്ള ഒരു ഏരിയ നമുക്ക് കാണാം. നേരെ കാണുന്ന ഈ ഒരു കോർണറിലായി മൾട്ടിവുഡിൽ തന്നെ നിർമ്മിച്ചിട്ടുള്ള കബോർഡ് വർക്ക് കാണാം. അവിടെ ഡ്രസ്സിംഗ് യൂണിറ്റ് ഏരിയയും കൊടുത്തിട്ടുണ്ട്. സീലിംഗ് വർക്കുകളെല്ലാം ചെയ്ത് തന്നെയാണ് ഈ ഒരു സ്പേസ് എല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. ജാഗോർ ബ്രാൻഡിൻ്റെ കൺസീലോടുകൂടി വരുന്ന ഫ്ലഷ് ടാങ്കും ക്ലോസറ്റും ഗ്ലാസ് പാർട്ടീഷൻ എല്ലാം കൊടുത്താണ് ബാത്റൂം നിർമ്മിച്ചിരിക്കുന്നത്. മനോഹരമായ ടൈലുകളെല്ലാം കൊടുത്ത് നല്ല ഭംഗിയിൽ തന്നെ നിർമ്മിച്ചിട്ടുള്ള ഒരു ബാത്റൂമാണ്. രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് നമുക്കിനി ചെല്ലാം. ഇവിടെയാണ് ആ ഒരു ബെഡ്റൂം വരിക. ഏകദേശം ഒരു 130 സ്ക്വയർ ഫീറ്റിൽ വരുന്ന ബെഡ്റൂമാണ്. ഇതിനൊരു ബേ വിൻഡോ മോഡൽ ലഭിക്കുന്ന കബോർഡ് വർക്കുകളെല്ലാം ഇവിടെ കാണാൻ കഴിയും.
കൂടാതെ മിറർ യൂണിറ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയിൽ തന്നെയാണ് ആ ഒരു സ്പേസ് എല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. ഇതിനും കബോർഡ് വർക്കുകളും കൂടാതെ സീലിംഗ് വർക്കുകളും നമുക്ക് കാണാം. അറ്റാച്ച്ഡ് ബാത്റൂം ഇവിടെയാണ് വരുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള ബാത്റൂമുകൾ തന്നെ നമുക്ക് കാണാൻ കഴിയും. മനോഹരമായ ടൈലുകളെല്ലാം വിട്ട് ഭംഗിയിൽ തന്നെയാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഹോളിലേക്ക് തിരിച്ചു വരാം. സ്റ്റെയറിനോട് തൊട്ട് ചേർന്ന് നിൽക്കുന്നത് നല്ലൊരു വാഷ് കൗണ്ടർ നമുക്ക് കാണാം. നല്ല ഭംഗിയിൽ തന്നെയാണ് ആ ഒരു വാഷ് കൗണ്ടർ നിർമ്മിച്ചിരിക്കുന്നത്. സ്റ്റെയറിന്റെ താഴെയായി ഒരു ഡൗൺ ഏരിയ കൊടുത്തിട്ടുണ്ട്. അവിടെയായി വുഡൻ ടൈലുകളാണ് ഇട്ടിരിക്കുന്നത്. ഹാൻഡിലിനായി ടഫൻ ഗ്ലാസും വുഡുമാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സ്റ്റെയർ കേസിന്റെ ഫ്ലോറിങ്ങിനായി മാറ്റ് ഫിനിഷിംഗ് വരുന്ന ടൈലുകളും നമുക്ക് കാണാൻ കഴിയും. ഇനി നമുക്ക് ഇവിടെ നിന്നും സ്റ്റെപ്പ് കയറി നേരെ ഒന്നാമത്തെ നിലയിലേക്ക് വരാം. സ്റ്റെയർ കേസിന്റെ മുകളിലായി ഷാൻലിയർ ലൈറ്റ് എല്ലാം കാണാൻ കഴിയും. അത്യാവശ്യം നല്ല ഭംഗിയുള്ളൊരു സ്പേസ് തന്നെയാണ്. നല്ല വെളിച്ചം ലഭിക്കുന്നതിന് വേണ്ടി അവിടെയും നമുക്കൊരു ഗ്ലാസ് വിൻഡോ കാണാൻ കഴിയും. ഇവിടെ ഒരു സ്റ്റഡി ടേബിൾ എല്ലാം കൊടുത്തിട്ടുണ്ട്. വിശാലമായൊരു ഹോളിലേക്കാണ് ഇപ്പോൾ നമ്മൾ വന്നെത്തി നിൽക്കുന്നത്. ഇവിടെയും ഒരു സ്റ്റഡി യൂണിറ്റ് എല്ലാം കൊടുത്ത് കൂടാതെ TV യൂണിറ്റും നമുക്ക് കാണാം. ഫോൾ സീലിംഗ് വർക്കുകളും സീലിംഗ് ഫാനെല്ലാം ഭംഗിയിൽ തന്നെ നിർമ്മിച്ചിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായാണ് TV യൂണിറ്റ് വരിക. ഈ വീടിന് അപ്പോൾ 2 TV യൂണിറ്റ് സ്പേസ് ലഭിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഹോളിൻ്റെ ഈ ഒരു ഭാഗത്തായി സ്ലൈഡിങ്ങിൽ തുറക്കാവുന്ന ഒരു ഡോറ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഡോറ് തുറന്നാൽ നല്ല വ്യൂ ലഭിക്കുന്ന ഒരു ബാൽക്കണി കൂടാതെ ടെറസിലേക്ക് കയറാവുന്ന സ്റ്റെയർ കേസും ഈ ഒരു ഭാഗത്ത് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് മുകളിലെ നിലയിലെ ബെഡ്റൂമുകളിലേക്ക് പോകാം. ഈ ഒരു ഭാഗത്താണ് ഒരു ബെഡ്റൂം വരുന്നത്. അത് താഴെ കണ്ട ബെഡ്റൂമിൻ്റെ സെയിം അളവിൽ തന്നെ ലഭിക്കുന്ന അതേ മോഡലിൽ തന്നെ നിർമ്മിച്ചിട്ടുള്ള ബെഡ്റൂമാണ്. അത്യാവശ്യം വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ്. എറണാകുളം ജില്ലയുടെ എല്ലാ ഭാഗത്തേക്കും ഈസി ആക്സസ് ലഭിക്കുന്ന ഏരിയയാണ് കങ്ങരപ്പടി എന്ന് പറയുന്നത്. ആ ഒരു കങ്ങരപ്പടിയിന് അടുത്തായി സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു 4 ബെഡ്റൂം വീടിൻ്റെ വിശേഷമാണ് ഇന്ന് നിങ്ങളുമായി ഞങ്ങൾ പങ്കുവച്ചിരിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ 3 ബെഡ്റൂമും ബാത്റൂമും കണ്ടുകഴിഞ്ഞു. ഇനി നമുക്ക് 4ാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂമിലേക്ക് വരാം. ഇവിടെയാണ് 4ാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂം വരുന്നത്. ഈ ഒരു ബെഡ്റൂമിൻ്റെ നേരെ കാണുന്ന ഡോറിൽ നിന്ന് നമുക്ക് ബാൽക്കണിയിലേക്ക് ഇറങ്ങാവുന്ന രീതിയിലുള്ള ഒരു സ്പേസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ബേബിൻ്റെ മോഡൽ കബോർഡ് വർക്കുകളും അറ്റാച്ച്ഡ് ബാത്റൂം എല്ലാം കൊടുത്താണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് മെയിൻ ബാൽക്കണിയിലേക്കും യൂട്ടിലിറ്റി ഏരിയയിലേക്കുമാണ് പോകാനുള്ളത്. അതിനു മുന്നേ വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് കണ്ണോടിക്കാം. കാക്കനാടിൽ നിന്നും 5 കിലോമീറ്റർ മാത്രം അകലെയായി കങ്ങരപ്പടിയിൽ സ്ഥിതി ചെയ്യുന്ന 5 സെൻറ്റിൽ 2500 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമോടുകൂടി വരുന്ന ഈ ഒരു വീടിന് ചോദിക്കുന്ന റേറ്റ് 1,65 ലക്ഷം രൂപയാണ്. അത് നെഗോഷ്യബിളാണ്. മറ്റുള്ള വിശദവിവരങ്ങൾക്ക് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. മറ്റൊരു പുതിയ വീടുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു എവരിവൺ.